എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് പീപ്പിൾ ഹു ആർ നോട്ട് വറീഡ് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് യാതൊരുവിധ ചിന്തയോ ആകുലതയോ വ്യാകുലതയോ വിഷമമോ ഇല്ലാത്ത ആളുകളെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ വെറുതെ ആകുലപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് അർത്ഥം. പലരും ഇങ്ങനെയാണ്. ഒരു ആയിരക്കണക്കിന് മെസ്സേജ് അവർക്ക് സ്നേഹപൂർവ്വം അയക്കുന്നു. മറുപടിയായിട്ട് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും കിട്ടുക. എങ്കിലും വീണ്ടും പ്രതീക്ഷയോടെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്ന മെസ്സേജുകൾ. എന്നിട്ടും ഫലം എന്താണ്? റിലേഷൻഷിപ്പിൽ തുടർച്ചയായിട്ട് അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ നിങ്ങളുടെ വില അറിയിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില നിങ്ങൾ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ അർഹിക്കാത്തവരുടെ മുമ്പിലാണ് ഒരുപാട് നമ്മുടെ സ്നേഹം ഇങ്ങനെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്നേഹം അർഹിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്നേഹം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒഴുക്കി ഈ സ്നേഹം മുഴുവൻ വറ്റിപ്പോവും. അവസാനം അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കത്തില്ല, അവർ നമ്മളെ മുറിപ്പെടുത്തും. അപ്പം നമ്മളിലെ സ്നേഹം വറ്റി വരണ്ടോ, ഒപ്പം തന്നെ ആ സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ മുറിപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാളെ നമ്മൾ സ്നേഹിക്കാനായിട്ട് ധൈര്യപ്പെടുത്തില്ല. കാരണം നമുക്ക് പേടിയാണ്, ഇതേ അനുഭവം മുറിപ്പെടുത്തുന്ന അനുഭവം നമുക്ക് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആരോടും നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കരുത്. കാരണം നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നവരെ മാത്രമേ നമ്മൾ അതിനെ മാത്രമേ ഒരു ബന്ധം എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ തിരിച്ച് സ്നേഹിക്കാനായിട്ട് പോകുന്നുള്ളൂ. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹബന്ധം തുടരാള്ളൂ. അല്ലെ ആരെയും നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കരുത്. അങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ സ്നേഹത്തിന് വില ഉണ്ടാവത്തില്ല, അവർ നമ്മളുടെ സ്നേഹത്തിന് വില തരത്തില്ല. അവരറിഞ്ഞു തരുന്നില്ലെങ്കിൽ നമ്മളത് പിടിച്ചു മേടിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിർബന്ധിക്കുമ്പോൾ നമുക്കൊരിക്കലും ആ സ്നേഹം കിട്ടാതെ വരും. അവർക്ക് നമ്മളോടൊരു പുച്ഛമാണ്. അപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുന്ന പോലും അവരുടെ ഭിക്ഷയായിട്ടാണ് അവർ തോന്നുക. എന്നാൽ നമ്മുടെ സ്നേഹത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ വരുന്നവരുടെ അടുത്ത് മാത്രമേ നമ്മുടെ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചൊഴുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയാതെ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങുന്നു. പക്ഷേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവർ നമ്മളെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ അവിടെ വെച്ചത് നിർത്തിയേക്കുക. വല്ലാണ്ട് നമ്മുടെ സ്നേഹം അങ്ങ് ഒഴുക്കി കളയാനായിട്ട് പോരുത്. സ്വന്തം സ്നേഹത്തിൻ്റെ വില നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരോടും അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനും പറയേണ്ട കാര്യമില്ല. കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു ബന്ധം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവർ നമ്മുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം എങ്ങനെയെങ്കിലുമൊക്കെ അവർ കണ്ടെത്തിയേനെ. എന്നാൽ ഇല്ലാത്ത സമയമാണെങ്കിലും അവർ കണ്ടെത്തും. പക്ഷേ ഇന്നെന്താണ് സംഭവിക്കുന്നത്? നമ്മളെ മടുത്തു കഴിയുമ്പോഴത്തേക്കും അവരില്ലാത്ത കാരണം പറഞ്ഞ് നമ്മൾ ആയിട്ട് സമയം ചിലവഴിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവർ ഓരോരോ കാരണം കണ്ടുപിടിക്കുക. അയ്യോ ഇന്ന പരിപാടി ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ഒഴിവാക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനൊന്നും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനും നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തും. അപ്പോൾ അവർക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ നമ്മളെ തിരിച്ച് സ്നേഹിക്കാത്തവരുടെ അടുത്ത് നമ്മൾ നിൽക്കരുത്. നമ്മുടെ സ്നേഹത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ടാറ്റ പറഞ്ഞ് അപ്പം തന്നെ പോയേക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ വില മനസ്സിലാവും. കാരണം അർഹിക്കാത്തവർക്ക് നമ്മുടെ സ്നേഹം വിട്ടുകൊടുക്കുമ്പോൾ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു ചതിയാണ്. അതുകൊണ്ട് ഒരു ചൊല്ലുണ്ട്, മടുത്തുപോയവരുടെ പുറകെ മനസ്സിനെ പറഞ്ഞയക്കാതെ ഒന്ന് മിണ്ടാൻ കൊതിയോടെ കാത്തിരിക്കുന്നവരിലേക്ക് നിങ്ങളുടെ മനസ്സിലെ തിരിച്ചുവിടൂ. അപ്പോൾ അത് വളരെയധികം മനോഹരമായിട്ടുള്ളൊരു ബന്ധമായി തീരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയുന്നവരാണെങ്കിൽ മാത്രമേ അവരും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയത്തുള്ളൂ. കാരണം അളന്നു കൊടുക്കുന്നിടത്ത് എന്തിനും വിലയുള്ളൂ. വെറുതെ ഫ്രീ കൊടുക്കുന്നതിന് ഒന്നിനും വിലയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വില തരുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പം നിങ്ങളെ അവർ വില വെക്കാൻ പഠിക്കും, നിങ്ങൾക്ക് അവർ റെസ്പെക്റ്റ് തരും, വില തരും. മറ്റുള്ളവരെ നിങ്ങളുടെ വില മനസ്സിലാക്കിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ജീവിക്കാൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. മറ്റാരും ചുറ്റിലും ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും? നമുക്ക് തന്നെ കുക്ക് ചെയ്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് തന്നെ ഈ ഭക്ഷണമൊക്കെ മേടിക്കാനും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിനുള്ള വക കണ്ടെത്താനും, അങ്ങനെ തന്നെ ആരെയും ആശ്രയിക്കാതെ, ഇപ്പോൾ ഫോൺ പോലും ആരെയും വിളിക്കാതെ മര്യാദയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ജീവിക്കാനുള്ള നട്ടെല്ലും ചങ്കുറപ്പും ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു യോഗ്യത തന്നെയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് ഒരുപാട് മറ്റുള്ളവരെ ആശ്രയിക്കാൻ തുടങ്ങും. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ വല്ലാണ്ട് അങ്ങ് ആശ്രയിക്കും. അപ്പോൾ അങ്ങനെ ആശ്രയിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള എല്ലാ വിലയും പോകും. അപ്പോൾ പല പെൺകുട്ടികളും വിവാഹമൊക്കെ കഴിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയോ വരുമാനമോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ അവർ ഒരുപക്ഷെ ഈ ഭർത്താവിൻ്റെ അടിമയായിട്ടാണ് ജീവിക്കുക. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് തന്നെ ജീവിക്കാൻ അറിയത്തില്ല. കാരണം അവരുടെ വീട്ടിലോട്ട് പോയാൽ വീട്ടുകാർ അവരെ സ്വീകരിക്കത്തില്ല. സ്വന്തം ജോലി ഇല്ലാത്തതുകൊണ്ട് സ്വന്തം വരുമാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടിയവന് ഒട്ടും ഇഷ്ടമില്ല എന്ന് ഓർത്ത് ഇയാളുടെ കൂട്ടത്തിലുള്ള ജീവിതം നരകമാണ്. പക്ഷേ
ഈ ഒരു ഫിനാൻഷ്യലായിട്ട് അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇയാൾ എത്ര ആട്ടിയാലും തുപ്പിയാലും ഇയാളുടെ കൂട്ടത്തിൽ എത്ര നരകതുല്യമാണ് ജീവിതമെങ്കിലും അയാളുടെ കൂട്ടത്തിൽ ജീവിതാവസാനം വരെ കഴിച്ചു കൂട്ടാനായിട്ട് അവർ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിധി അവർ സ്വയം വരുത്തി വെച്ചതാണ്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിത്തീർന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി നമ്മളിപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്കാണേലും വേണം, സ്വന്തം ഇൻകം വേണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പിൽക്കാലത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിലും ഡിവോഴ്സിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് നട്ടലോട് കൂടി അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ തുടർന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തന്നെ നിൽക്കാൻ അറിയത്തില്ല. അപ്പം നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ശീലം, അത് പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, തന്നെ നിൽക്കാനായിട്ട് പഠിക്കും. അപ്പോൾ പുരുഷനാണെങ്കിലും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അവനുള്ള വകുപ്പ്, അല്ലെങ്കിൽ അവന് സ്വയം ജീവിക്കാനുള്ള ഇൻകം കണ്ടെത്താനും തന്നെ നിൽക്കാനും ഒക്കെ ഒരു കെൽപ്പ് അവനുണ്ടെങ്കിൽ മാത്രമേ അവന് കൂടെ നിൽക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ്റെ ഭാര്യയായിട്ടൊരു സ്ത്രീ വരുമ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവൾക്ക് വേണ്ടി സമ്പാദിക്കാനും ഒക്കെ പറ്റുന്നതെങ്കിൽ സ്വന്തം കാര്യമെങ്കിലും നോക്കാൻ മിനിമം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം തന്നെ നിൽക്കാൻ കഴിയുക, മറ്റാരെയും ഒരുപാട്, അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നവർക്കും ആരെയും ഒരുപാട് ആശ്രയിക്കേണ്ടി വരത്തില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ ഒരുപാട് ആശ്രയിക്കാതിരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും, നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, അവരില്ലെങ്കിലും നമുക്ക് നിലനിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് വലിയ വില തോന്നുന്നു, ആദരവ് തോന്നുന്നു, നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് അവർക്ക് കുറേ കൂടി ഇഷ്ടം തോന്നും, നമ്മളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും നമ്മൾ അവരെ ആശ്രയിക്കുന്നത്, തന്നെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം നമ്മളോട് അവർക്കൊരു പുച്ഛമായിരിക്കും. അപ്പോൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഇപ്പം പുരുഷന്മാരുടെ കാര്യത്തിൽ സ്ത്രീക്ക് പുച്ഛം തോന്നുന്നു മാത്രമല്ല, ഇതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്കും പുച്ഛം തോന്നാം. അതായത് ഇപ്പോൾ ഒരു ഭാര്യ എല്ലാ കാര്യത്തിനും ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നു, ചുരിദാർ മേടിക്കണം, ഡ്രസ്സ് മേടിക്കണം, എല്ലാത്തിനും അവളിങ്ങനെ കൈ നീട്ടുമ്പോഴും അവളോട് കുറച്ച് കഴിയുമ്പോൾ പുച്ഛം തോന്നും. അതുപോലെ തന്നെ സ്ത്രീയാണ് എല്ലാ കാര്യത്തിനും മുൻകൈ എടുത്ത് ചെയ്യുന്നത്, വരുമാനമുള്ളത്. പുരുഷന് ഇതൊന്നും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പുരുഷനോട് സ്ത്രീക്കും പുച്ഛം തോന്നും. അപ്പോൾ ഈ രീതിയിലൊക്കെ സംഭവിക്കാൻ കൊണ്ട് തന്നെ നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ വില വെക്കും. മൂന്നാമായിട്ട്, നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പങ്കാളിയെ ഒരു കാരണവശാൽ അനുവദിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കണം എന്നുള്ളതാണ്. പലരുടെയും റിലേഷൻഷിപ്പുകളിൽ സംഭവിക്കുന്നത്, ചില പങ്കാളികൾ തങ്ങളുടെ പാർട്ട്ണറുടെ മനുഷ്യാവകാശങ്ങൾ മെല്ലെ മെല്ലെ ലംഘിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്താനായിട്ട് തുടങ്ങും. നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എന്നോടല്ലാതെ വേറെ ആരോടും മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആരോടും മിണ്ടാൻ പാടില്ല, അപ്പോൾ എന്നോട് കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും അവരോടൊക്കെ മിണ്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ ഒരു മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെങ്കിൽ അവന് സൊസൈറ്റിയിലുള്ള പലരോടും ഇടപഴകേണ്ടി വരും, അവൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് ഇടപഴകേണ്ടി വരും. പക്ഷേ പാർട്ട്ണർ പറയുകയാണ് അതൊന്നും പറ്റത്തില്ല, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആരോടും മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ കയറി ഇടവുക, നീ ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഞാൻ പറയണത് മാത്രം ഇടുക. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിലും അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിൽ വരെ കയറി ഇങ്ങനെ ഇടപെടുന്നവരുണ്ട്. അപ്പോൾ പാർട്ട്ണർ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, സാരമില്ല, നമ്മുടെ പാർട്ട്ണറിൻ്റെ ഇഷ്ടം കൊണ്ടല്ലേ, നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്, അപ്പോൾ പിന്നെ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നോർത്ത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എത്രമാത്രം ലംഘിച്ചാലും നമ്മളതൊക്കെ എസ് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവസാനം നിങ്ങൾക്ക് ഇതൊരിക്കലും സഹിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലെത്തുന്നതാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുക, അതുപോലെ നിങ്ങളെ സമ്മതിക്കുന്നില്ലേ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് മിണ്ടേണ്ട വരും, ഇടപഴകേണ്ട വരും. അത് നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ജെൻഡർ നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ലേഡി ഡോക്ടറുടെ അടുത്ത് ഒരു പുരുഷൻ പോയെന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു മെയിൽ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു സ്ത്രീ പോയെന്നിരിക്കാം, അതൊക്കെ ആവശ്യമായിട്ട് വരും. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതിനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയിലോട്ട് വരുമ്പോഴാണ് ഈ ഡിവോഴ്സൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ പങ്കാളി വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്തിട്ട് അയാൾ ചിലപ്പം അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ പറയും ഓക്കെ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിട്ട് അത് നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്ന പങ്കാളിയെ ഒരിക്കലും അതിന് അനുവദിക്കാതിരിക്കുക. അയാളത് വീണ്ടും തുടർന്നാൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ആ നിമിഷം അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മത്തിൽ ഒരിക്കലും അയാൾ വില തരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളൊക്കെ വെറും അടിമകളാണ്. അപ്പോൾ എന്തിനാണ് നമ്മുടെ പാർട്ട്ണറുടെ അടിമയായിട്ട് നമ്മളങ്ങനെ ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ബന്ധം സമ്മതിക്കുകയായിരുന്നു. നമ്മൾ ജീവിക്കുന്ന അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരിക്കണം. ആ സ്വാതന്ത്ര്യം നമ്മുടെ പങ്കാളിയുടെ മുമ്പിലാണെങ്കിലും നമ്മുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, നമ്മുടെ മനുഷ്യാവകാശം
അടിയറ വെക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു പങ്കാളി ഒരിക്കലും നിങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അടിയറ വെക്കണമെന്ന് ഒരിക്കലും നിങ്ങളെ കമ്പൽ ചെയ്യത്തില്ല. തൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ ബഹുമാനിക്കുന്ന പോലെ അയാൾ നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ബഹുമാനിച്ചിരിക്കും. അപ്പോൾ അത് ചെയ്യാത്ത പങ്കാളിക്ക് നിങ്ങൾ ആ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം പോട്ടെ, അവിടെ വെച്ച് തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങളുടെ അഭിമാനം ഉണരുന്നത്. അപ്പോഴാണ് ആ വ്യക്തിക്ക് പോലും നിങ്ങളെക്കുറിച്ച് അഭിമാനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വില അയാൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ അഭിമാനത്തോടെ സ്വന്തം വില കാത്ത് സംരക്ഷിച്ചുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ വില വർദ്ധിക്കുന്നതെന്ന് തിരിച്ചറിയുക. അല്ലാതെ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു താൽക്കാലിക സുഖങ്ങൾ ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ബന്ധം അങ്ങ് വെറുതെ തട്ടിമുട്ടി നിലനിർത്തിക്കൊണ്ട് പോകാൻ അത് സഹായിച്ചെന്നിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളുടെ ജീവിതം ഒരു നരകമായി തീരാനായിട്ട് പോവുകയാണ്.